ഹലോ! നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്നറിയാമോ? കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് പെട്ടെന്നൊന്ന് കൊടുത്തുവിടാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് എന്ന് പറയാം. അല്ലെ നമുക്ക് തന്നെ വീട്ടിൽ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ എടുക്കാം. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നല്ലൊരു ഡിഷ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ ലഞ്ച് റെഡിയാക്കാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണേ. അതിനൊക്കെ പറ്റുന്ന നല്ലൊരു എഗ് മന്തി റെസിപ്പിയാണ്. അതും പ്രഷർ കുക്കറിൽ 3 മുട്ടയ്ക്ക് എന്തുമാത്രം റൈസ് വേണോ അതിൻ്റെ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. 1.5 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് 2-3 പ്രാവശ്യം വെള്ളം മാറ്റി ഒന്ന് കഴുകണേ. ഇതുപോലെ കൈകൊണ്ട് ഞെരടി കഴുകുമ്പോഴേക്കും ഒരുപാട് അങ്ങ് ഫോഴ്സ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയിട്ട് അരമണിക്കൂർ നമുക്ക് ഈ ബസ്മതി റൈസ് ഒന്ന് കുതിരാനായിട്ട് വെക്കണേ. ഇപ്പോൾ 2-3 പ്രാവശ്യം വെള്ളം മാറി കഴുകിയിട്ട് പുതിയ കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകണം. അപ്പോൾ ഇതൊക്കെ ഇനിയും കഴുകുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കഴുകണം, കാരണം കുറച്ച് കുതിർന്നിരിക്കുകയാണല്ലോ. അപ്പം വളരെ സോഫ്റ്റായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കൂടെ മാറിയിട്ട് വേണം അതിലുള്ള വെള്ളം മുഴുവനായിട്ട് ഊർന്നു പോകാനായിട്ട് നമ്മളൊരു അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കണേ. ഈ എഗ് മന്തി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ആദ്യം ഇട്ട് കൊടുത്തത് മുഴുവൻ മല്ലിയാണ്. അത് ഒരു 1.5 ടീസ്പൂണും, കുരുമുളക് ഒരു 3/4 ടീസ്പൂണും, ചെറിയ ജീരകം ഒരു 1/3 ടീസ്പൂൺ, അതായത് ഒരു ടീസ്പൂണിൻ്റെ 3/1 ഭാഗവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4-5 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ചൂടിലിട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വലിയൊരു സവാളയുള്ളി ചെറുതായിട്ട് മുറിച്ചതും, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചതും, 3 പച്ചമുളക് നടുവേ കീറിയതും. പച്ചമുളക് അങ്ങ് വിട്ടുപോയിട്ടില്ല, പകുതി വരെ ഒന്ന് കീറി കൊടുത്തിട്ടേ ഉള്ളേ. പിന്നെ ഇട്ട് കൊടുത്തത് ഒരു 5-6 സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടാണ് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഈ സമയത്തൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാമേ. അപ്പോഴേക്കും നമ്മൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് വെക്കണേ. വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അങ്ങ് അരയ്ക്കണേ. ഇനി ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി അങ്ങ് വഴറ്റി സൈഡൊന്നും ബ്രൗൺ കളർ ആകാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5-10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് തന്നെ വഴറ്റണേ. തക്കാളിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 3 മുട്ട പുഴുങ്ങാനിടണം. 2 കപ്പ് വെള്ളവും ഒന്ന് തിളപ്പിക്കാൻ വെക്കണേ. 2 കപ്പിൻ്റെയും ആവശ്യം നമുക്ക് വരത്തില്ല, എന്നാലും 2 കപ്പ് വെച്ചേരെ. തക്കാളിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വഴറ്റി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ക്യൂബ് ചിക്കൻ ക്യൂബാണ്. നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് എല്ലാ ഷോപ്പിലും കിട്ടും. ഇപ്പോൾ ഒരുമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ആ ഒരു ചിക്കൻ ക്യൂബിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴേക്കാണ് ഇത് ശരിക്കുള്ള ആ ഒരു മന്തിയുടെ ടേസ്റ്റ് ആവുന്നത് കേട്ടോ. പിന്നെ വെജിറ്റേറിയൻസ് ആണ്, നമുക്ക് ചിക്കൻ്റെ ക്യൂബ് ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മുട്ട പുഴുകിയതും ഒഴിവാക്കിയിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റോ പൊട്ടാറ്റോയോ ബീൻസോ ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അരിയും അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കപ്പോൾ മുട്ടയും ഒഴിവാക്കാം, ചിക്കൻ ക്യൂബും വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. മുട്ട പുഴുങ്ങിയതിലേക്ക് മസാല പിടിക്കാനായിട്ട് ഞാൻ മുട്ടയെല്ലാം ഒന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ദേ അരി അതിൻ്റെ കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വഴറ്റണം, ഒരു 5 മിനിറ്റ്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയപ്പം മാത്രം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തതല്ലേ ഉള്ളൂ. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അരിയും ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് ബസ്മതി റൈസ് അല്ലേ എടുത്തത്, അതിന് ഞാൻ 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു, ഇപ്പം 1/2 കപ്പ് ഒഴിച്ചു, ഇപ്പോൾ ഒഴിച്ചത് 2 ടേബിൾ സ്പൂണാണ്. ശരിക്കും 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം തന്നെ മതി. നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിന് തന്നെ. പക്ഷേ ഇച്ചിരി സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചത്. പക്ഷേ അതൊഴിച്ചത് നന്നായി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ഇച്ചിരി പോലും അടിഭാഗത്തെ ചോറ് പോലും നിറമൊന്നും മാറാതെ. പിന്നെ വെള്ളമെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പൂടെ വേണമെന്ന്
തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. തിളച്ച വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ പ്രഷർ കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആവി വരുമല്ലോ. അപ്പം നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കറക്റ്റ് വെച്ചാൽ മതി കേട്ടോ. പക്ഷേ അപ്പോൾ തന്നെ അത് തുറക്കരുത്. എന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഒരു അരമണിക്കൂറോ വല്ലതും കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈസി എഗ് മന്തിയുടെ അരിയൊക്കെ ഒന്നൊന്നേ തൊടാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ എഗ് മന്തിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തൈരും ഉള്ളിയും തക്കാളിയും വെള്ളരിക്കയും ഒക്കെ ചേർത്ത് ഒരു സാലഡ് മാത്രം മതി നല്ല തൃപ്തിയായിട്ട് കഴിക്കാനായിട്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിലും ആ റൈസിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കല്ലാതെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്